ബഹുമാനപ്പെട്ട നന്മ നിറഞ്ഞ നല്ലവരായ ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടൗൺ ഏരിയയിലുള്ള സുവിശേഷീകരണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പൊതുജനങ്ങളെ, സുവിശേഷകർ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഓടി നടന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അവരുടെ വയറ്റിപ്പഴപ്പിനോ മതപരിവർത്തനത്തിനോ വേണ്ടി അല്ല, മറിച്ച് മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പൈശാചിക ശക്തി മനുഷ്യനെ പാപത്തിൻ്റെ ചതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പാപത്തിൽ നിന്നും അവർ സ്വതന്ത്രരാകുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, നല്ല മനുഷ്യരായി തീരുവാൻ, പുതിയ സൃഷ്ടികളാകുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളിൽ ഒരാൾ കൊലപാതകനോ ദുർനടപ്പുകാരനോ ആകാതെ വിശുദ്ധ ജീവിതം നയിച്ച് മരണത്തിനപ്പുറമുള്ള നിത്യജീവനെയും കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ് സുവിശേഷകർ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ വരുന്ന ദൈവത്തിൻ്റെ വേലക്കാരെ നിങ്ങൾ ഉപദ്രവിക്കുകയോ അവരെ തടയുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആണ് സുവിശേഷം. സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷം ഇരുട്ട് പിടിച്ച മേഖലകളെ പ്രകാശിപ്പിക്കുന്നതാണ്. സുവിശേഷം വെളിച്ചമാണ്. ഈ വെളിച്ചം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അവരുടെ പാപത്തിൻ്റെ ഇരുട്ട് നീങ്ങി അവർ വെളിച്ചമുള്ളവരായി, നല്ല മനുഷ്യരായി, പുതിയ സൃഷ്ടിയായി മാറും എന്ന് നാം അനുദിനവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന, കാണുന്ന ദൈവത്തിൻ്റെ വേലക്കാരുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഗ്രാമങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരസ്യ സ്ഥലത്ത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളെ കേൾപ്പിക്കണം എന്ന് താഴ്മയോട് പറഞ്ഞുകൊണ്ട് ഈയൊരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുവാനും ദയവായി ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.